റണ്ണിങ് ഇഷ്ടമാണ്, പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയില്ല. 30 വയസ്സ് കഴിഞ്ഞു, ഞാൻ ഇതുവരെ ഓടിയിട്ടില്ല, പക്ഷേ ഇനി ഓടിത്തുടങ്ങണം. ഓടാൻ ഇഷ്ടമാണ്, പക്ഷേ റോഡിൽ പട്ടി ഓടിക്കുമോ എന്നുള്ള പേടിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് പല സമയത്തായിട്ട് പലരും മെസ്സേജായിട്ട് അയച്ചതാണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പലർക്കും ഓടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പർ ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഓട്ടം തുടങ്ങാത്തവരാണ്. സോ ഈ റോഡ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ റോഡ് ബ്ലോക്കുകൾ നമുക്ക് എങ്ങനെ ക്രോസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓട്ടത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. കാരണം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ ഓടാൻ തോന്നി എന്നുള്ളതാണ് ഓട്ടത്തിലോട്ട് വരുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോട്ടിവേഷൻ വരാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ കൺസിസ്റ്റൻസി വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു റണ്ണിങ് പ്ലാൻ വേണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ നിങ്ങളൊരു വീക്കിലെ റണ്ണിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഐഡിയ കൊണ്ടുവരിക. കാരണം ആദ്യത്തെ ഒരു റണ്ണ് നമുക്ക് മോട്ടിവേഷൻ്റെ പുറത്ത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ രണ്ടാമത്തെ റണ്ണ് അത് എന്ന് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ജെനുവിൻലി നിങ്ങൾക്കൊരു ഐഡിയ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ റെക്കമെൻഡേഷൻ, നിങ്ങൾ 1 വീക്കിൻ്റെ പ്ലാൻ ആദ്യം ഒന്ന് തീരുമാനിക്കുക. ഇപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ ആദ്യത്തെ റണ്ണ് ചെയ്യുന്നതെങ്കിൽ ചൊവ്വാഴ്ച ബോഡി നല്ല വീക്കായിരിക്കും, കാരണം നിങ്ങളുടെ ബോഡി അഡാപ്റ്റ് ആയിട്ടില്ല റണ്ണിങ്ങിന്. സോ ചൊവ്വാഴ്ച റെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ബുധനാഴ്ച അടുത്ത റണ്ണ് ചെയ്യുന്നത് പ്ലാൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വ്യാഴാഴ്ച അടുത്ത റണ്ണ് ചെയ്യുന്നത് പ്ലാൻ ചെയ്ത് വെക്കുക. അങ്ങനെ വീക്കിലി ഒരു 3 റൺസ് നിങ്ങൾ ആദ്യത്തെ ഒരു വീക്കിന് വേണ്ടി ആദ്യം പ്ലാൻ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫസ്റ്റ് റൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷനായി, പ്ലാനായി. ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണുള്ളത്. അതിൽ നിങ്ങൾ ഫുള്ളി ഫോക്കസ്ഡ് ആൻഡ് കമ്മിറ്റഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ്ലി റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളൊരു പ്ലാൻ വരച്ചല്ലോ, അതിൽ 3 ദിവസത്തെ റണ്ണിങ് ഉണ്ട്. ആ 1 വീക്കിൽ ആ 3 ദിവസത്തെ റണ്ണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഇതേപോലെ വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റൺസ് പ്ലാൻ ചെയ്യും. ഇങ്ങനെ ഒരു 3-4 വീക്സ് നിങ്ങൾ ഈ പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഇവൻറ്റ് നിങ്ങൾ കാണാനിടയാവും. ആ ഇവൻറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ഗോളായി. ഇപ്പോൾ നിങ്ങളൊരു 5K റേസോ 10K റേസോ ഹാഫ് മാരത്തോണോ എന്തോ ആണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിലും ആ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ആ ഗോളിനോട്ട് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ റേസ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു മാസത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ടൈമിലൊരു പ്രോഗ്രസ് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ നിങ്ങൾ റൺ ചെയ്ത് വരുമ്പോൾ ഈ 3 വീക്സിൻ്റെ അകത്ത് കണ്ടുപിടിക്കും. ചിലപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ആവുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഗോൾ. ആ ഗോൾ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഗോളിലോട്ട് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ്റെ പുറത്ത് നമ്മൾ ഉറപ്പായിട്ടും കണ്ടിന്യൂസ്ലി ഓടും. ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് സേഫ് ആയിട്ടുള്ള ഒരു റൂട്ട് കണ്ടുപിടിക്കുക. കാരണം നിങ്ങൾക്ക് റെഗുലർലി റൺ ചെയ്യാൻ ഒരു റൂട്ട് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിപ്പോൾ ട്രാക്കോ സ്റ്റേഡിയോ അല്ലെങ്കിൽ ഗ്രൗണ്ടോ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വഴിയായാലും മതി. 1 കിലോമീറ്റർ സ്ട്രെച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സേഫായിട്ട് പോയിട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്ന റൂട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിനടുത്തുള്ള റോഡിൽ പട്ടികളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് അടുത്തുള്ള ഏതെങ്കിലും ഗ്രൗണ്ട് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത ഏതെങ്കിലും ട്രാക്ക്. അപ്പോൾ റണ്ണിങ്ങിലോട്ട് വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഹോപ്പ്ഫുള്ളി ഇത് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റ് റണ്ണിങ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.